ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ആഴ്ചകളെല്ലാം നമ്മൾ കുടുംബവും കുടുംബത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പന്മാരെക്കുറിച്ചാണ്. ഒരു കുടുംബത്തിലുള്ള അപ്പന്മാരെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഒരാളോട് പ്രാർത്ഥിക്കാൻ വന്നു. ഒരു 19 വയസ്സൊക്കെയുള്ള ഒരാളാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കച്ചവടമാണ് ജോലി, 2-3 കടയൊക്കെ ഉണ്ട്. ഒരു 10 കൊല്ലം മുമ്പൊക്കെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കച്ചവടമൊന്നുമില്ല, കട തുറക്കുന്നത് മാത്രമേ ഉള്ളൂ. ആളുകൾ വന്ന് നോക്കുന്നു, തിരിച്ചു പോകുന്നു. ഫർണിച്ചറൊന്നും ആൾക്കാർ മേടിക്കുന്നൊന്നുമില്ല. എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ഡിഗ്രിയിലെത്തി, ഒരാൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബം മുന്നോട്ട് പോകുവാനായിട്ട്, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തത്രപ്പെടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള അപ്പന്മാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും അവരുടെ വേദനകളും വിഷമങ്ങളും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ അപ്പനെ പോലെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് അപ്പന്മാരുണ്ട്. കുടുംബത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഏറ്റവും നല്ല അപ്പൻ്റെ ഒരു ചിത്രം കണ്ടുമുട്ടുന്നത് അത് യേശുപിതാവിൻ്റെ ചിത്രമാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടു, എപ്പോഴും യേശുപിതാവിന് ഓട്ടം മാത്രമേ ഉള്ളൂ. തൻ്റെ ഭാര്യയെയും തൻ്റെ മകനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യേശുപിതാവ്. ഈ യേശുപിതാവ് എല്ലാ അപ്പന്മാരുടെയും മാതൃകയാണ്. കുടുംബത്തിലുള്ള ആളുകളെ, ഭാര്യയെ, മക്കളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന എല്ലാ അപ്പന്മാരെയും ചിത്രീകരിക്കുന്നത് യേശുപിതാവാണ്. ഈ യേശുപിതാവിനെ കുറിച്ച് ഒരു കഥ ഇങ്ങനെയാണ്. ഈ ശിശുവിനെ രക്ഷിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഈജിപ്തിലേക്ക് പോയി, വീണ്ടും ഇസ്രായേലിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഇവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഇടയ്ക്കൊക്കെ യേശുപിതാവ് ഇങ്ങനെ ഞെട്ടി ഉണരും. അപ്പോൾ കൂടെയുള്ള മറിയം ചോദിക്കും, എന്താ യേശുപ്പേ, എന്താ പറ്റിയേ, ഈ രാത്രിയിൽ ഇങ്ങനെ നീ ഞെട്ടി ഉണരുന്നത്? ആദ്യമൊന്നും യേശുപിതാവൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നീട് മറിയത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി യേശുപിതാവ് പറഞ്ഞു, മേരി, പണ്ട് നമ്മളെ മകനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നില്ലേ, അവനെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്കൊരു 5-6 വീട്ടിലൂടെ കയറി പറയായിരുന്നു, ഹെറോദേസ് ഇങ്ങനെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ കൊല്ലാൻ സാധ്യതയുണ്ട്, നിങ്ങളും അവരെ കൊണ്ട് രക്ഷപ്പെടണമെന്ന്. യേശുപിതാവ് എന്ന് പറയുന്നത് എല്ലാ അപ്പന്മാരുടെയും ഒരു മാതൃകയാണ്. എല്ലാ അപ്പന്മാരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹത്തെ യേശുപിതാവ് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ അപ്പന്മാർക്കും കുടുംബത്തോടും മാത്രമല്ല, ആ സമൂഹത്തോടും ഒക്കെ ഒരുപാട് സ്നേഹമൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ അപ്പന്മാർ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഈ അപ്പന്മാരുടെ വേദനകളും ഒറ്റപ്പെടലുകളും ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു, 60-75 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അത് ചോദിച്ചൊരു ചോദ്യം എന്നോട് പറയാൻ വേണ്ടി വന്ന. അവൻ ചോദിച്ചു എന്നോട്, അപ്പൻ എന്തിനാ ഇനി പൈസ, അപ്പൻ എന്തിനാ ഈ സ്വത്തൊക്കെ, ഇതൊക്കെ ഞങ്ങൾക്ക് എഴുതിത്താ, ഇതൊക്കെ ഞങ്ങൾക്ക് താന്ന് മകനിങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരു 20 വയസ്സ് മുതൽ നമ്മുടെ അപ്പന്മാരെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അവർ ശാരീരികമായ പരിമിതികൾ കൊണ്ട് അവർ ജോലികളൊക്കെ നിർത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാരെയെല്ലാം നമ്മൾ പതുക്കെ മാറ്റി നിർത്തും. ഒരു റൂമിലേക്ക് അവരെ തന്നെ ഒതുക്കി നമ്മൾ കളയുകയാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-12 തിരുവചനം ഇങ്ങനെയാണ്, ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി, ദൈവം തന്ന സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഇത് ദൈവകൽപ്പനകളിൽ 4ാമത്തെ കൽപ്പനയായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന. ദൈവം കഴിഞ്ഞ തൊട്ടു താഴെ ദൈവം തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരെയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി നമ്മുടെ മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് അപ്പന്മാരെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ഈ അപ്പന്മാരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില ആളുകളൊക്കെ ഇവിടെ വന്ന് അപ്പന്മാരൊക്കെ മരിച്ചുപോയ കുട്ടികളൊക്കെ വന്ന് പറയും, എനിക്ക് എൻ്റെ അപ്പനെ യഥാർത്ഥമായി സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല,
എനിക്കെൻ്റെ അപ്പനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, കുറച്ചുകൂടി എനിക്ക് അപ്പനെ തിരിച്ച് സ്നേഹിക്കാനായിരുന്നു. ഈ അപ്പന്മാരുടെ സ്നേഹവും വാത്സല്യം എന്ന് പറയുന്നത് ആകാശം പോലെ വിശാലമായിട്ടുള്ളതാണ്. അതിന് അതിരുകളൊന്നുമില്ല. അവരിങ്ങനെ ഉള്ളിൽ ഒതുക്കി നിർത്തും. അപ്പന്മാരുടെ സ്നേഹമൊക്കെ എന്ത് ചെയ്യും, വാത്സല്യമൊക്കെ എന്ത് ചെയ്യും, അവർ പ്രകടിപ്പിക്കുകയൊന്നുമില്ല, അവരുടെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വേദനകളും വിഷമതകളൊക്കെ അവർക്ക് മനസ്സിലാകുമെങ്കിലും അവരങ്ങനെ പ്രകടിപ്പിക്കുകയൊന്നുമില്ല. പ്രകടിപ്പിച്ചാൽ നമ്മൾ കൂടുതൽ വഷളായി പോകുമെന്നുള്ള പേടികളിൽ എന്ത് ചെയ്യും, അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹമൊക്കെ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ അപ്പന്മാർക്ക് വരുന്ന ഏറ്റവും വലിയ പരാജയങ്ങളൊന്ന് പറയുക, അവർക്ക് നല്ലൊരു ക്രിസ്തീയമായിട്ടുള്ളൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് യേശുപിതാവും മറിയവും ഈശോയും പതിവ് പോലെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ക്രിസ്തീയമായ അറിവും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന അമ്മമാരാണ്. പലപ്പോഴും അപ്പന്മാരെന്ത് ചെയ്യും, ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അവർക്കുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, അവർ നമുക്ക് നല്ല മാതൃക കാണിച്ചാറേ അതിന് പ്രോത്സാഹനം തരുന്ന അവരങ്ങ് മാറി നിൽക്കും. പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ പറയും, ഭാര്യയോട് പറയും, നീ മകനെ കൊണ്ടൊക്കോ, മാതൃബാനയ്ക്ക് നീ കൊണ്ടൊക്കോ. ഇങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്, അബ്രാഹാം തൻ്റെ മകനായി ഇസഹാക്കിനോടുകൂടി ബലി അർപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അബ്രാഹാം തൻ്റെ മകനോടുകൂടി ബലി അർപ്പിക്കാൻ വേണ്ടി പോകുന്നു. വിശുദ്ധ മുഴുവൻ എന്ത് ചെയ്യുക, മക്കൾക്ക് ആധ്യാത്മിക ജീവിതത്തിൽ മാതൃക നൽകുന്ന കുറേ അപ്പന്മാരുടെ ചിത്രങ്ങൾ കാണിച്ചിരുന്നുണ്ട്. അബ്രാഹത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പറയാണ്, ദൈവം നമ്മളോട് പറയാം, നിങ്ങൾ നല്ലൊരു അപ്പനാണോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാതൃകയാകുക. അവരുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും നമ്മുടെ യുവതലമുറയ്ക്ക് വിശ്വാസരാഹിത്യമൊക്കെ വരുന്നത് നമ്മുടെ അപ്പന്മാർ നല്ല വിശ്വാസത്തിന് മാതൃക കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. ഏതൊരപ്പൻ തൻ്റെ മകനെ അല്ലെ മകളെ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തു നോക്കിക്കേ. പള്ളിയിൽ കൊണ്ടുപോകുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറിപ്പോകില്ല. അപ്പന്മാർ മാതൃക കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി മക്കൾക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുക. തോബിയാസും തോബിത്തും തമ്മിലുള്ള ബന്ധം കാണിച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുക, അപ്പനും അമ്മയും അപ്പനും മകനും ഇതുപോലെയായിരിക്കണം. പല കുടുംബങ്ങളിൽ പ്രശ്നം എന്ന് വെച്ചാൽ മകനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പനെ ബഹുമാനിക്കുന്നില്ല, അപ്പനെ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പനൊരു മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു അപ്പൻ പറയാണ്, മകൻ എന്നോട് ചോദിച്ചു, അച്ഛാ അപ്പൻ എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലൊക്കെ ഈ അപ്പന്മാരും മകനും തമ്മിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം തോബീത്തിൻ്റെയും തോബിയാസിൻ്റെയും ജീവിതത്തെയും കുടുംബത്തെയും കാണിച്ച് നമ്മളോട് പറയുകയാണ്, ഒരപ്പനും ഒരു മകനുമായാൽ ഇവരെ പോലെയാകണം. ഒരപ്പനും ഒരു മകനുമായിട്ടുണ്ടെങ്കിൽ തോബിയാസിൻ്റെ ജീവിതത്തെ കണ്ട് തോബിയാസ് വളർന്നു. തോബിത്തിൻ്റെ ജീവിതം കണ്ട് തോബിയാസ് വളർന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ തുടങ്ങി, കാരുണ്യപ്രവർത്തികളുണ്ടായി. അവൻ എന്ത് ചെയ്തു, തൻ്റെ അപ്പൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നു. നമ്മുടെ ജീവിതത്തിലും ഈ തോബിത്തിനെ പോലെ മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കണം. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയൊക്കെ നല്ല മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കുറേ ആളുകൾ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പറഞ്ഞു വെക്കണം, ഈശോ കുനിഞ്ഞ് എഴുതുകയായിരുന്നു. ഈശോ കുനിഞ്ഞെഴുതുകയായിരുന്നു. ഈശോ എഴുതിയിട്ടുണ്ടാകുന്ന പേരെന്ന് പറയുക അത് യേശുപിതാവിൻ്റെ ആകാം. ഈശോ കുരിഞ്ഞെന്ന് എഴുതിയത്, ആ ചിത്രം വരച്ചത് യേശുപിതാവിൻ്റെ ആകാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മറിയത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ യേശുപിതാവ് എന്ത് ഒരുപാട് കാരുണ്യം കാണിച്ചു. ഈ മറിയത്തോട് യേശുപിതാവ് ഒരുപാട് കാരുണ്യം കാണിച്ച ആ മാതൃക ഈശോയ്ക്ക് അറിയാവുന്നുണ്ട്. ഈശോ ഈ പാപിനിയായ സ്ത്രീയോട് മാതൃക കാണിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ അപ്പന്മാരെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും
ഇവരെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവരൊരു ജീവിതാന്ത്യത്തിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുക. ഈ മത്തായി ശ്ലീഹായുടെ 2-ാമത്തെ അധ്യായം അവസാനിച്ച പിന്നെ യേശുപിതാവ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹത്തെ ഒരു വാക്ക് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം യേശുപിതാവ് എന്ത് ചെയ്തു? ഈ സുവിശേഷത്തിൻ്റെ ഇടയിലേക്ക് മൺമറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ അപ്പന്മാർ പ്രത്യേകിച്ച് ഒരു അധ്വാനത്തിനൊരു പ്രായം കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു റൂമിലേക്ക് ഇടുങ്ങിപ്പോകുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ കുറച്ചും കൂടി നമ്മുടെ അപ്പന്മാരെ നമ്മുടെ കുടുംബജീവിതത്തിൽ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാം. ദൈവം ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ അവരെ ബഹുമാനിക്കാൻ വേണ്ടി ചെയ്യുക. ഈ ബഹുമാനം എന്ന് പറയുക പേടി കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്നേഹം കൊണ്ടുള്ള ഒരു ബഹുമാനം നമ്മൾ കാണിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈശോ ദൈവത്തെ വിളിക്കാൻ പറഞ്ഞ ഒറ്റ വാക്കുകളും, നിങ്ങൾക്ക് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദരെ ദൈവത്തിൻ്റെ പേരൊന്നും വിളിക്കുകയൊന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് പേടിയുള്ളായിരുന്നു. അങ്ങനെയുള്ള പേടിയുള്ള സമൂഹത്തിലേക്ക് ഈശോ ദൈവത്തെ വിളിക്കാൻ പറഞ്ഞ ഒരു വാക്കാണ് അപ്പ. നമുക്ക് ഈ ഭൂമിയിലുള്ള അപ്പനെ ബഹുമാനിച്ചാലും സ്നേഹിച്ചാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിലുള്ള അപ്പനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുകയുള്ളൂ. നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി നമ്മളെ അപ്പന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. കുറച്ചും കൂടി അപ്പന്മാരുടെ വാത്സല്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇവരിങ്ങനെ യേശുപിതാവിനെ പോലെ സുവിശേഷത്തിൻ്റെ നിശബ്ദതയിലേക്ക് മറവ് ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ അപ്പന്മാരൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ മറവ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വീട്ടിൻ്റെ ഒരു റൂമിലേക്ക് ഒതുങ്ങിപ്പോവുകയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ അഹന്ത കൊണ്ടും ഞാനെന്ന് പറയുന്ന ഭാവം കൊണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൻ്റെ ചോരത്തെൽപ്പ് കൊണ്ട് നമ്മുടെ അപ്പന്മാരൊക്കെ വെല്ലുവിളിക്കാറൊക്കെ ഉണ്ട്. സ്നേഹം നിറഞ്ഞവരെ, കുറച്ചും കൂടി വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ അപ്പന്മാരെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ അപ്പന്മാരെ കുറച്ചും കൂടി ബഹുമാനിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. കുറച്ചും കൂടി അവരുടെ വാത്സല്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.